സോമാലിയൻ കടൽ കൊള്ളക്കാർ ബന്ദിയാക്കിയപ്പോൾ ജോർജ് ജോസഫ് പ്രത്യാശ കൈവിട്ടില്ല. കഷ്ടതകളും പീഡാനുഭവങ്ങളും ഏകാന്തതയും അദ്ദേഹത്തെ തളർത്തിയില്ല. പ്രാർത്ഥനയാണ് ശക്തിയെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ആ അനുഭവങ്ങളിലൂടെ മുന്നേറുവാൻ തുടങ്ങി. 4 വർഷത്തെ കൊടും യാതനകളിൽ പിടിച്ചു നിൽക്കുവാനും അവസാനം മോചനം നേടാനും പ്രാർത്ഥന സഹായകമായി. 1981 ഏപ്രിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് ശേഷം ഇന്ത്യൻ നേവി ചേരുകയും 15 വർഷക്കാലം പല പല ഷിപ്പുകളിലും പല പല സ്ഥലങ്ങളിലും ഇന്ത്യൻ നേവിയിൽ സർവീസ് ചെയ്ത ശേഷം 1996 ജൂണിൽ ഇന്ത്യൻ നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്തു. അതിനുശേഷമാണ് മർച്ചൻ്റ് നേവി ചേരുന്നത്. 96 അവസാന കാലങ്ങളിൽ ജൂനിയർ എഞ്ചിനീയറായിട്ട് മർച്ചൻ്റ് നേവി ചേരുകയും പടിപടിയായി 4th എഞ്ചിനീയർ, 3rd എഞ്ചിനീയർ, 2nd എഞ്ചിനീയറായി ജീവിതം ആരംഭിച്ചു തുടങ്ങി. 2nd എഞ്ചിനീയർ എന്ന പോസ്റ്റിലെത്തി ഏകദേശം 2ാമത്തെ ഷിപ്പ് OMCയുടെ അസ്ഫാൾട്ട് വെഞ്ചർ എന്ന ഷിപ്പിൽ ചേർന്ന ശേഷമാണ് ഈ ദുരന്തം സംഭവിക്കുന്നത്. 2010 ജൂൺ അവസാനത്തോടു കൂടിയാണ് OMCയുടെ ഈ ഷിപ്പ് ആൽഫാട്ട് വെഞ്ചർ ജോയിൻ ചെയ്തതും. ഏകദേശം 3 മാസത്തിന് ശേഷം 2010 സെപ്റ്റംബർ 28-ാം തീയതി സോമാലിയൻ പൈറേറ്റ്സ് ഞങ്ങളുടെ ഷിപ്പ് ഹൈജാക്ക് ചെയ്യുകയും സോമാലിയയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഞങ്ങൾ സെയിൽ ചെയ്ത് 2ാമത്തെ ദിവസമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് തന്നെ. മോൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് വിളിച്ചിരുന്നല്ലോ. അന്ന് വൈകിട്ട് കുഴപ്പമില്ലാണ്ട് പോയി. പിറ്റേ ദിവസം രാവിലെയും പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഉച്ച കഴിഞ്ഞ് ചെറിയ പണികളൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് അന്നൊരു ബുധനാഴ്ചയായിരുന്നു. മാതാവിൻ്റെ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാനായിട്ട് പോയി. ആഹാരം കഴിച്ചു. എന്നാൽ പിന്നെ TV കാണാം എന്നോർത്ത് 5 മിനിറ്റ് TV കാണാനായിട്ട് TV ഓൺ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ക്യാപ്റ്റൻ പെട്ടെന്ന് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി വരുന്നു പറയുന്നത് പൈറേറ്റ്സ് അറ്റാക്ക് ചെയ്തു. ആദ്യമൊന്നും മനസ്സിലായില്ല എന്താണെന്നുള്ളത്. പെട്ടെന്ന് തന്നെ TV ഓഫ് ചെയ്ത് പുറത്ത് വന്ന് നോക്കാം എന്നോർത്ത് പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് ഫയർ ചെയ്യുന്ന ഒച്ചയൊക്കെയാണ് കേൾക്കുന്നത്. പെട്ടെന്ന് ചാടി ഷിപ്പിനകത്ത് തന്നെ കയറി വാതിലൊക്കെ അടച്ച് നേരെ എഞ്ചിൻ റൂമിലേക്ക് ചെന്ന്. എഞ്ചിൻ റൂമിൽ ചെന്നപ്പോൾ അതിലും കഷ്ടമാണ്. അവിടെ അവരാദ്യമേ നേരെ തന്നെ പൈറേറ്റ്സ് എല്ലാം ബ്രിഡ്ജിലേക്കാണ് പോയത്. ബ്രിഡ്ജിൽ ചെന്ന് ബ്രിഡ്ജിൽ നിന്ന് ടെലിഗ്രാഫ് ഓർഡറൊക്കെ എഞ്ചിൻ റൂമിലേക്ക് കൊടുക്കുക, സ്റ്റോപ്പ് ചെയ്യുക എന്നും പറഞ്ഞ്. പക്ഷേ അതൊന്നും ഒബേ ചെയ്യേണ്ടെന്നും പറഞ്ഞ് ഫുൾ സ്പീഡിൽ തന്നെ ഞങ്ങൾ പോകാൻ ശ്രമിച്ചു. പക്ഷേ അവർ സമ്മതിച്ചില്ല. അവർ സ്കൈലൈറ്റ് തുറന്ന് അതുവഴി കയറേക്കടെ തൂങ്ങി ഇറങ്ങി എഞ്ചിൻ റൂമിനകത്ത് വന്നു. പിന്നെ നമുക്കൊന്ന് അവർ 2 പേര് തോക്കുമായിട്ട്, ഒരാൾ തോക്കില്ലാണ്ട്. അല്ല, എഞ്ചിൻ റൂമിൽ വന്ന 3 പേര്, ബാക്കിയുള്ളവർ ബ്രിഡ്ജ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ബ്രിഡ്ജ് കൺട്രോൾ ചെയ്ത് അവർ പറയുന്ന പോലെ നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷേ എഞ്ചിൻ റൂമിൽ വന്നവർ ഗ്ലാസ്സിൽ കൂടെ ഞങ്ങളെ കണ്ടു, ഞങ്ങൾ കൺട്രോൾ റൂമിൽ ഇരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് തോക്കി കൊണ്ടിക്കൊണ്ടാണ് അവർ വന്ന് ഞങ്ങളെ പിടിച്ചു. ഇനി നിങ്ങൾ നിർത്തുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഷിപ്പ് നിർത്തി. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ബാക്കിയുള്ളവരെ VHFE ചീഫ് എഞ്ചിനീയർ വിളിച്ചപ്പോൾ ക്യാപ്റ്റൻ സ്റ്റിയറിംഗ് കമ്പാർട്ട്മെൻറ്റിലിരിക്കുക, ക്യാപ്റ്റനും ബാക്കിയുള്ളവരും. അവരോട് പിന്നെ VHFE സംസാരിച്ച് സ്റ്റിയറിംഗ് ഗിയർ തുറന്ന് ബ്രിഡ്ജിലേക്ക് പോവാം. അവരും ബ്രിഡ്ജിൽ വന്നു. എല്ലാവരും ബ്രിഡ്ജിലായപ്പം വീണ്ടും എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് അവർ പറയുന്ന ഡയറക്ഷനിലേക്ക് ഷിപ്പ് കൊണ്ടുപോയി. പിന്നെ ഇതെല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ. ചേട്ടായി വർക്ക് ചെയ്യുന്ന ഷിപ്പിംഗ് കമ്പനിയുടെ ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഹസ്ബൻഡ് സെയിൽ ചെയ്യുന്ന ഷിപ്പ് സൊമാലിയൻ പൈറേറ്റ്സ് ഹൈജാക്ക് ചെയ്തു. സത്യം പറഞ്ഞാൽ ഏതൊരു കാര്യമാണോ ഞാൻ എല്ലാ തവണയും ചേട്ടായി പോകുമ്പം പേടിച്ചുകൊണ്ടിരുന്നത്, അത് തന്നെ സംഭവിച്ചല്ലോ എന്നുള്ള ആ ഷോക്ക് എനിക്ക് കുറച്ച് നേരത്തേക്ക് ഞാൻ വളരെ എന്താ പറയുക, എനിക്കൊന്നും പറയാനോ ഒന്നും പ്രതികരിക്കാനോ എന്താ എങ്ങനെയെന്നൊന്നും അവരോട് ചോദിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥ എനിക്ക് അന്നേരം ഉണ്ടായില്ല. കുറച്ച് നേരത്തേക്ക് ഞാനൊന്നും അവരോട് ചോദിച്ചില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഹലോ മിസ്സിസ് ജോർജ് എന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ച് വീണ്ടും
വിളിച്ചപ്പോൾ ഞാൻ വീണ്ടും ഞെട്ടി. അവരോട് ചോദിച്ച് എവിടെ വെച്ചാണ് വിളിച്ചതെന്ന് വെച്ചപ്പം ടാൻസാനിയയിൽ വെച്ചാണ് പിടിച്ചത്. അവരിപ്പം ഞങ്ങൾക്ക് കാണാം അവരെ സൊമാലിയൻ ഡയറക്ഷനിലേക്ക് ഷിപ്പ് മൂവ് ചെയ്യണം, ബോർഡിൽ എല്ലാവരും സേഫാണ് എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ എത്ര 3 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് കെനിയയിൽ നിന്ന് പോരുവാണ്. മൗറീഷ്യസ് ഡർബനായിരുന്നു ആദ്യം ആക്ച്വലി ഈ ഷിപ്പിൻ്റെ റൂട്ട്. പക്ഷേ ഫസ്റ്റ് ടൈം കെനിയയിലേക്ക് പോയതുകൊണ്ട് ചേട്ടായി ആകെ ഡെസ്പായിരുന്നു, ആദ്യമായിട്ട് ആ റൂട്ടിലേക്ക് പോയത്. അപ്പോൾ ചേട്ടായി എന്നോട് പറഞ്ഞു ഈ തവണ മാത്രം റൂട്ട് ചേഞ്ച് ചെയ്തു, അതുകൊണ്ട് എന്താ വളരെ ഞാൻ ഉടനെ ഇറങ്ങും, കമ്പനിയെ വിവരം അറിയിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സൺഡേ, അതായത് വരുന്ന സൺഡേ ഞാൻ സൈൻ ഓഫാണ്, ഞാൻ വീട്ടിലേക്ക് പോരും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആഴ്ചയിൽ എനിക്ക് മെഡിക്കൽ പ്രോബ്ലം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ ഞാൻ വരുമോ, നീ വിഷമിക്കണ്ട, ഞാനങ്ങ് വന്നേക്കാം, ഉടനെ തന്നെ വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ചു. ഞാൻ ബുധനാഴ്ച സാധാരണ വിളിക്കുന്നത് ഒന്നരാടം, ഷിപ്പ് സെയിൽ ചെയ്ത് തുടങ്ങി ഒന്നരാടേ വിളിക്കൂ, സാറ്റലൈറ്റ് ത്രൂ വിളിക്കുക, അല്ലെങ്കിൽ ഡെയിലി വിളിക്കും. അപ്പം വിളിക്കേണ്ടത് ചൊവ്വാഴ്ച വിളിക്കേണ്ടതാണ്, ഞായറാഴ്ച രാത്രിക്ക് എന്നെ വിളിച്ചത്. അപ്പോൾ ചൊവ്വാഴ്ച വിളിച്ചില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് ബുധനാഴ്ച ഈ കമ്പനിയിൽ നിന്ന് ഈ ഇൻഫർമേഷൻ കിട്ടുന്നത്. പിന്നെ അങ്ങോട്ട് ഒരു 5 ദിവസം, ഒക്ടോബർ 2 കോതമംഗലം പള്ളി പെരുന്നാളാണ്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഈ ദിവസങ്ങളിലൊന്നും. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കോതമംഗലം പള്ളി പെരുന്നാളിനെക്കുറിച്ച് ഇത്രയേറെ ഭക്തിയോടുകൂടി ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പെരുന്നാളത്. പക്ഷേ ഞാൻ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അബോധാവസ്ഥയിലോ എന്താണെന്നറിയില്ല, ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ പള്ളിയിലേക്ക് ഓടിപ്പോകുമ്പോൾ കാണുന്ന റോഡ് നിറച്ച് ജനം. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്താ ഞാനൊരു പ്രാന്തിയെപ്പോലെ കോതമംഗലം പള്ളിയിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഓടിക്കൊണ്ട് പോയി കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ഒത്തിരി പേര് എന്നെ അറിയുന്നവരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ ഞാൻ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി എൻ്റെ മുഖം അവരിൽ നിന്നൊക്കെ ഓടിപ്പിച്ചുകൊണ്ട് മറച്ചുകൊണ്ട് ഞാൻ വേഗം ഓടുവാണ്. എന്താ വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന ശക്തിയുടെ അടുത്ത് ഓടി പാഞ്ഞെത്തി എന്നെ ഈ 5 ദിവസം ഞാനിങ്ങനെ നിന്നെങ്കിലും ഞാൻ ശകലം പോലും മക്കളുടെ മുന്നിൽ കരയോ ഒന്നും ചെയ്യാതെ പിടിച്ചു നിന്ന് ഓടിച്ചെന്ന്. ഒരിക്കലും കോതമംഗലം നമുക്ക് ഓടിപ്പോയി ഒരു വഴിപാടിടാവുന്ന ഒരു ദിവസമല്ല ആ പെരുന്നാൾ ദിവസം, അത്രയേറെ തിരക്കുള്ള ദിവസമാണ്. പക്ഷെ ഓടിച്ചെന്ന് ആ പള്ളിക്കകത്തേക്ക് കയറാനും അതിൻ്റെ ഒരു മൂലയിൽ പോയിരുന്ന് തല കുമ്പിട്ടിരുന്ന് പൊട്ടിക്കരയാൻ എനിക്ക് സാധിച്ചു. സോമാലിയൻ പൈറേറ്റ്സ് ഷിപ്പ് ഹൈജാക്ക് ചെയ്ത് സോമാലി ഏരിയയിൽ കൊണ്ടുപോയി ആങ്കറേജ് ചെയ്തതിന് ശേഷം 1-2 മാസത്തേക്ക് കാര്യമായ പീഡനങ്ങളില്ലായിരുന്നു. അതിനുശേഷം ഡീസലും ആഹാര സാധനങ്ങളും തീരുന്ന മുറയ്ക്ക് അവർ പീഡനങ്ങൾ കൂടുതലാക്കാൻ തുടങ്ങി. അതും ക്രൂരമായ പീഡനങ്ങൾ, വെയിലത്തിരുത്തുകയൊക്കെ ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടത് കൂടുതലാക്കി അവർ യാതൊരുവിധ ബ്ലോവറോ ഫാനോ കാറ്റോ ഒന്നുമില്ലാത്ത, വെളിച്ചമില്ലാത്ത മുറിക്കകത്തിട്ട് അടച്ചിടുക, മണിക്കൂറുകളോളം അടച്ചിടുക. അത് കഴിഞ്ഞ് ഓരോരുത്തരെയും വിളിച്ചവർ ചോദിക്കും എവിടെയാണ് ഡീസൽ, എവിടെയാണ് ആഹാരം, എവിടെയാണ് വെള്ളമെന്ന്. ഇല്ലാത്ത സാധനം എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഇല്ല എന്ന് പറഞ്ഞാലും ആദ്യം പറഞ്ഞവൻ ശേഷം രണ്ടാമതൊരുത്തനെ വിളിച്ചിട്ട് അവനോട് ചോദിക്കുക, ആദ്യത്തവൻ പറഞ്ഞ് വെള്ളമുണ്ട്, ഇന്ന സ്ഥലത്താണ് വെള്ളമുണ്ടെന്ന് പറഞ്ഞു. അവനും കൺഫ്യൂഷനാവും. പിന്നെ 2 പേരെയും കൂട്ടി മർദ്ദിക്കുക. മൂന്നാമത്തെ ആളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറയും ഒന്നാമനെ ഞങ്ങൾ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് എന്നും പറഞ്ഞ് ഫോക്സിലിൽ കൊണ്ട് നിർത്തുകയും വെടിവെച്ച് കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഏറ്റവും അവസാനമായപ്പം ബാർഗെയിനിങ്ങിൻ്റെ ലാസ്റ്റ് മൊമെൻ്റ് ആയപ്പോൾ അവർ എല്ലാവരെയും ഡെക്കിൽ നല്ല ചൂട് ഉച്ച സമയത്ത് നട്ടുച്ച നേരത്ത് ഡെക്കിൽ കിടത്തിയിട്ട് കാലും കൈ പുറകോട്ട് വലിച്ചു കിട്ടുക, കാലും വലിച്ചു കെട്ടി 1/4 മണിക്കൂറിൽ കൂടുതൽ സമയം ടൈറ്റായിട്ട് 2 കാലും 2 കൈയും പുറകോട്ട് വലിച്ച് കെട്ടിയിടും. അതിട്ട് ഉറക്കെ കരയാൻ പറഞ്ഞ് കരച്ചിൽ ഒച്ചത്തിലാവാത്തതുകൊണ്ട് കെട്ടുകൾ 2 കാലും 2 കൈയും തമ്മിലുള്ള കെട്ടുകൾ അഴച്ചിട്ട് പ്ലാസ്റ്റിക് റോപ്പ് കൊണ്ട് വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കാൻ തുടങ്ങി. ആ മർദ്ദനം സഹിക്കാൻ വയ്യാണ്ട് എല്ലാവരും വളരെയേറെ ഒച്ചത്തിൽ കരയുകയും ആ ഒച്ച ഉള്ള കരച്ചിൽ ഓണറെ കേൾപ്പിക്കുകയും ചെയ്തു. ഓണറിൻ്റെ സിമ്പതി കിട്ടാൻ വേണ്ടി ഓണർ ബാർഗെയിനിങ് അല്പം പൈസ ഇങ്ങനെയുള്ള കരച്ചിൽ സമയത്ത് ഓണർ പറയും അത് വെറുതെ കേൾപ്പിക്കുന്നതാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി. അവർ വീഡിയോ എടുത്ത് വീണ്ടും വീഡിയോ അയച്ചു കൊടുക്കും. പുറത്തെ പാടുകളും അടിച്ച് 5-6 പ്രാവശ്യമാണ് അടിക്കുന്നത്. കയർ പിരിച്ച കയറുകൊണ്ട് ഒരുത്തനെ അടിച്ച് മടുത്ത് കഴിയുമ്പോൾ അടുത്തവന് കൊടുക്കും. അവരും 6 അടി 6.5 അടി പൊക്കമുള്ള നല്ല അജാനുഭാവമായ
പൈറൈറ്റ്സാണ് അവരുടെ അടി. ചിലപ്പോൾ 1-2 പേരുടെയും എൻ്റെയൊക്കെ തൊലി റോപ്പിൻ്റെ കൂടെ ഒളിഞ്ഞു പോകുന്ന സമയമുണ്ട്. അത്രയേറെ ക്രൂരമായ മർദ്ദനമായിരുന്നു അവർ ഞങ്ങൾക്കിട്ട് ആ സമയം തന്നിരുന്നത്. പിന്നെ ദൈവത്തിൽ ആശ്രയം, ദൈവത്തെ വിളിക്കുക. എന്താണ് ഈ ക്രൂരമായ പീഡനം? ഇതിന് അവസാനമില്ല എന്ന് ചോദിക്കും. അവസാനം ഈ 6.5 മാസത്തെ പീഡനത്തിന് ശേഷം അതിനും വലിയൊരു നരകയാത്ര ജീവിതത്തിലേക്കാണ് പോകേണ്ടി വന്നത്. മീഡിയേറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന മീഡിയേറ്റർ വന്നിട്ട് പറഞ്ഞു, ഏകദേശം നിങ്ങളുടെ ബാർഗെയിനിങ് ഫിനിഷായി, ശകലം വ്യത്യാസമുള്ളൂ. ചോദിച്ചു കഴിഞ്ഞപ്പോൾ 2 മില്യൻ്റെ വ്യത്യാസമുണ്ട്. അവർ 5 മില്യനും ഇവർ പറയുന്ന 3 മില്യനും. പിന്നെ ഒരു ദിവസം അവർ സഹി കേട്ട് 5.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാവർക്കും പോകേണ്ട സമയമായി, അവർക്ക് പൈസ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അവസാനം 6.5 മാസം ആയപ്പം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു നെഗോസിയേഷൻ ഫിനിഷായി, 15 ദിവസത്തിനുള്ളിൽ ഷിപ്പ് പോരുന്നു എന്ന്. അന്ന് രാവിലെ കൊണ്ടുവന്ന് അവർ വിമാനത്തെ കൊണ്ടുവന്ന് പൈസ ഇട്ടു. ഞങ്ങളെല്ലാം വലിയ സന്തോഷമായി. ദൈവത്തോട് അവിടെ നിന്ന് തന്നെ എല്ലാവരും നന്ദി പറഞ്ഞ്, ചിലർ പ്രാർത്ഥിച്ച് മുട്ടയെ കുത്തി നിന്ന് ഇങ്ങനെയെല്ലാം ചെയ്ത് താഴെ വന്നു ആഹാരം കഴിച്ച് വീണ്ടും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിൻ്റെ പണി, ചെറിയ ചെറിയ പണികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുകളിലേക്ക് ഇരിക്കുന്നത്. ഭയാനകമായ ഇല്ല, അങ്ങനെ അന്നേരം ഒന്നും യാതൊരുവിധ അറിവില്ല. അപ്പോൾ അവർ പറഞ്ഞു, മീഡിയക്കാരുമായിട്ട് സംസാരിക്കാനാണ് കൊണ്ടുപോകുന്ന കരയ്ക്ക്, നിങ്ങളെ കരയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. പോകുന്ന വഴിക്ക് ഷിപ്പിൽ നേരത്തെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തൻ പൈറൈറ്റ്സ് അതിനകത്തുണ്ടായിരുന്നു. അവൻ പറഞ്ഞു ഇടയ്ക്ക് വെച്ച് ഞങ്ങളോട്, ഞങ്ങളുടെ കുറേ ആൾക്കാർ നിങ്ങളുടെ ഇന്ത്യൻ ജയിലിലുണ്ട്, അവർ തിരിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളെ വിടുമെന്ന്. സെപ്റ്റംബറിൽ ഈ സംഭവം സെപ്റ്റംബർ 28 നടക്കുന്നു. ഒക്ടോബറിൽ ഞങ്ങൾക്കൊരു മീറ്റിംഗ് നടത്തി കമ്പനി ബോംബെയിൽ വെച്ച്. ചെന്ന പാടെ ഇതുപോലെ കരഞ്ഞ് അവരോട് അപേക്ഷിച്ചു എത്രയും വേഗം റിലീസ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ മെഡിക്കൽ പ്രോബ്ലം ഉണ്ട്, എനിക്ക് ഒത്തിരിയേറെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ പറഞ്ഞു ഒട്ടനെ റിലീസ് ചെയ്യിക്കാമെന്ന് പറഞ്ഞ്. ഈ റിലീസ് ചെയ്യുന്നതിന് ആദ്യത്തെ 8 പേരെ ഷിപ്പ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അവരൊരു 3 പ്രാവശ്യം ഞങ്ങൾ ബോംബെക്ക് മീറ്റിങ്ങിന് വിളിപ്പിച്ചു. ഓരോ തവണയും ഞങ്ങൾക്ക് ഉറപ്പ് പറഞ്ഞുകൊണ്ടിരുന്നു ഉടനെ വരുമെന്ന്. ആ പ്രതീക്ഷയോടുകൂടി ഞങ്ങളിങ്ങനെ പോകുമ്പോഴാണ് ഒരു ദിവസം ഇതുപോലെ തന്നെ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പം മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത, അതായത് ഷിപ്പ് റിലീസ് ചെയ്തു. ഓടി വന്നപ്പോൾ എൻ്റെ കൊച്ചു വിളിച്ച് പറയണം, അമ്മ ഓഫീസിൽ നിന്ന് ഹാൻസൻ അങ്കിൾ വിളിച്ചിരുന്നു. അങ്കിൾ പറഞ്ഞു ഷിപ്പ് റിലീസ് ചെയ്തു, പക്ഷേ പപ്പയെ റിലീസ് ചെയ്തില്ല. 8 പേരും ഷിപ്പും മാത്രമേ പോന്നിട്ടുള്ളൂ, 7 പേരെ വീണ്ടും കസ്റ്റഡിയിൽ വെച്ചെന്ന്. വീടിൻ്റെ പോർച്ചിലെത്തി, കാറിൽ നിന്ന് ഇറങ്ങി പോർച്ചിലെത്തി. ഞാനൊക്കെ വീട്ടിലേക്ക് എങ്ങനെ കയറിയെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. 2011 ഏപ്രിൽ 15-ാം തീയതി റാൻസം പണി ഓണർ കൊടുത്ത ശേഷം ഷിപ്പ് റിലീസ് ചെയ്തു. പക്ഷേ ഞങ്ങൾ 7 പേരെയും കടൽ കൊള്ളക്കാർ അവരുടെ സംഘത്തിലേക്ക് വനാന്തരങ്ങളിലേക്ക് കൊണ്ടുപോയി. 4 വർഷത്തെ വനാന്തരങ്ങളിലുള്ള ക്രൂരമായ ജീവിതം, മീൻസ് ഒരിക്കലും നമുക്ക് വിവരിക്കാൻ പറ്റില്ലാത്ത രീതിയിലുള്ളൊരു ജീവിതം ആയിരുന്നു ആ വനാന്തരങ്ങളിലുണ്ടായിരുന്നത്. അതിൽ ഏക ആശ്രയം ദൈവം, പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സങ്കടങ്ങളും ദുരിതങ്ങളും, ആഹാര സാധനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്, മരുന്നുകൾക്കുള്ള ബുദ്ധിമുട്ട്, ഈ സമയം വരുമ്പോൾ ഏക ആശ്രയം ദൈവമായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരു ദിവസം പ്രേയറിനിടയ്ക്ക് തന്നെത്താൻ പ്രേയർ ചെയ്യുമ്പോൾ ഒരു ഏകാഗ്രത കിട്ടാത്തതുകൊണ്ട് എന്നാൽ ശരി കുരിശുണ്ടാക്കിയിട്ട് കുരിശിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ കുരിശ് കൈ പിടിച്ച് പ്രാർത്ഥിക്കാം എന്നുള്ളൊരു ഐഡിയ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കമ്പ് കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ട് വന്ന് അത് കത്തിയെടുത്ത് അതിനെ കുറച്ച് അതിൻ്റെ തൊലിയെല്ലാം ചിരണ്ടി കളഞ്ഞിട്ട് അവസാനം കൂടുതൽ മിനുസപ്പെടുത്താനായിട്ട്
കുപ്പിച്ചില്ല, പൊട്ടിയ കുപ്പിച്ചില്ലുണ്ട് ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് തന്നിരുന്ന കുപ്പികളിലാണ്. അത് പൊട്ടിയത് പഴയതെടുത്തിട്ട് അതുകൊണ്ട് നന്നായിട്ട് ഇതിനെ ഇതേ രീതിയിൽ മിനുസപ്പെടുത്തും, നല്ല മിനുസമുള്ളതാക്കി മാറ്റും കുരിശ്. ഒത്തിരി സമയം ഇരുന്ന് വേറെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പകൽ നേരം ഇതിങ്ങനെ മിനുസപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവർ വരുമ്പം ഞങ്ങളത് ഒന്നില്ലോ മുണ്ടിനടിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മണലിലോ ഇത് മാറ്റി വെച്ചിരിക്കും. പിന്നെ അവർ പോയി കഴിയുമ്പോൾ വീണ്ടും എടുത്തിങ്ങനെ മിനുസപ്പെടുത്തിക്കൊണ്ടിരിക്കും. മിനുസപ്പെടുത്തി നല്ല ഫിനിഷിങ് വന്നു കഴിയുമ്പം ഇതിനെ കട്ട് ചെയ്ത് കുരിശാക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. കത്തിയുണ്ട് തന്നെ കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് ഇത് ആ തടിയുടെ തന്നെ വണ്ണത്തിൽ ഇതിനെ കട്ട് ചെയ്ത് കളയും ഇവിടുന്ന്. എന്നിട്ട് ഇതിനകത്തേക്ക് കുരിശിൻ്റെ കാലിറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ക്രോസിലേക്ക്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വലിയ കുരിശ് ഉണ്ടാക്കി ഇത് മുട്ട കുത്തി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലായിട്ട്, രാത്രി ആയതുകൊണ്ട് ആരും കാണില്ല, അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കും. അതിലേക്ക് നോക്കിക്കൊണ്ട് ചെറിയ ടോർച്ച്, ഒരു സെല്ലിൻ്റെ ടോർച്ച് ഞങ്ങൾ ഓൺ ചെയ്ത് വയ്ക്കും. ഇത് സ്റ്റഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ആ സമയത്തേക്ക് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കുരിശ് ടെൻറ്റിൻ്റെ സൈഡിൽ സെറ്റായി കഴിഞ്ഞാൽ ഇത് എംപ്റ്റി ഷെല്ലിനകത്ത് ഫിറ്റ് ചെയ്യും. ഗണ്ണിൻ്റെ ഷെല്ലുണ്ട്, അവർ ഫയർ ചെയ്തിട്ട് ബാക്കി കിടക്കുന്ന എംപ്റ്റി ഷെല്ല്. അപ്പോൾ അതിനകത്ത് ഇത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് നേരെ സ്ട്രെയിറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. പിന്നെ അതേ നോക്കിക്കൊണ്ട് ഞങ്ങൾ ഞാൻ പ്രെയർ ചൊല്ലിക്കൊണ്ടിരുന്നത്. 1 വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എല്ലാവിധ പ്രതീക്ഷകളും അസ്തമിച്ചു. ആ സമയത്ത് എല്ലാവരും അന്യോന്യം പറയാൻ തുടങ്ങി, ഇനി ഒരത്ഭുതം മാത്രമേ സംഭവിക്കാനുള്ളൂ, അത് ദൈവത്തിൻ്റെ അത്ഭുതമായിരിക്കും. അപ്പം ഞങ്ങൾ ക്രിസ്ത്യാനികൾ പറഞ്ഞു, ഞങ്ങൾ ബൈബിളിൽ അത്ഭുതം കേട്ടിട്ടേ ഉള്ളൂ, ഇനി ഞങ്ങളിലൂടെ ആയിരിക്കും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നത്. ആ അത്ഭുതത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നെങ്കിലും ഒരിക്കൽ ഒരു ദിവസം നമ്മുടെയും പ്രാർത്ഥന കർത്താവ് കേൾക്കും എന്നുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂട്ടുകയാണ് ഞങ്ങൾ ചെയ്തത്. സ്വർഗസ്ഥനായ പിതാവേ ഒരു പ്രാവശ്യം ചൊല്ലി, അത് കഴിഞ്ഞിട്ട് 10 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയം ചെല്ലും. ഓരോ 10 പ്രാവശ്യം കഴിഞ്ഞ് കഴിയുമ്പോഴും ഓരോ കോലെടുത്ത് ഈ സൈഡിലേക്ക് വയ്ക്കും. ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ 100 പ്രാവശ്യമായി കഴിയുമ്പം അടുത്ത പള്ളിയിലേക്ക് മാറും. ഇങ്ങനെ 18 പള്ളികളിലാണ് ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത്. അങ്ങനെ കണ്ടിന്യൂ ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് ഓരോ ദിവസം രാത്രികളിൽ ഉറങ്ങാൻ കിടന്നിരുന്നത്. ഈ നൊയമ്പ് സമയങ്ങളിൽ അതിൽ കൂടുതൽ സമയം ഞങ്ങൾക്ക് സമയം എപ്പോഴായി ഉയർപ്പിൻ്റെ സമയം ഏത് എന്ന് എപ്പോഴാണെന്നുള്ള വാച്ചോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് രാത്രി ഒരു 7 മണി കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ട് ഞങ്ങളൊരു ഏകദേശം സമയം കണക്കാക്കി 2 മണി വരെ ഇതേ പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. 2 മണിയാകുമ്പോൾ സ്വയം തീരുമാനിക്കും. സ്റ്റാറിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചന്ദ്രൻ്റെ മാറ്റങ്ങൾ നോക്കിയിട്ട് ഇപ്പോൾ ചന്ദ്രൻ ഏകദേശം ഇന്ന ഇതിലായിരിക്കും, അല്ലെങ്കിൽ സപ്തരക്ഷി എന്ന് പറയുന്നൊരു സ്റ്റാറുണ്ട്, ആ സ്റ്റാർ നോക്കിയിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് ഏകദേശം 2 മണിയായി, ഇപ്പോൾ ഉയർപ്പിൻ്റെ സമയമായി, ഇനി വീണ്ടും കുരിശ് വരച്ചിട്ട് കിടന്നുറങ്ങാം. ഈസ്റ്ററിന് ചൊല്ലിയിരിക്കുന്നത് കൃത്യമായിട്ടും 14 സ്ഥലങ്ങളിൽ, ഓരോ സ്ഥലത്തും ഈ കർത്താവ് കുരിശുമായിട്ട് വീണിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും 100 പ്രാവശ്യം വെച്ച് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി അങ്ങനെ 1400 പ്രാവശ്യം അന്നത്തെ ദിവസം ചെല്ലുമായിരുന്നു. ഉടൻ തന്നെ ഞങ്ങൾക്ക് അതിനുള്ള മറുപടിയും കിട്ടുമായിരുന്നു. അസുഖമാണെങ്കിൽ 2-3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തിന് ശേഷം ഡോക്ടർ വരികയും കാണുകയും, ആഹാര സാധനങ്ങളാണെങ്കിൽ തന്നെ 2 ദിവസം, മാക്സിമം 2 ദിവസം അതിനുശേഷം ഞങ്ങൾക്ക് ആഹാര സാധനങ്ങൾ കിട്ടിയിരുന്നു. അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ഒരു പ്രചോദനമായിരുന്നു. വിശപ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ അസുഖങ്ങൾ വരുമ്പോഴും ദൈവത്തെ വിളിക്കുക, പ്രാർത്ഥിക്കുക. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് യാതനകൾ, എനിക്ക് അറിയില്ല, ബൈബിളിൽ ഒരു വാചകമുണ്ട്, നമുക്ക് കഷ്ടതയും ദുഃഖവും വരുമ്പോൾ എല്ലാ സൈഡിൽ നിന്നും നമുക്ക് ദുഃഖം സംഭവിക്കും, ആരും നിനക്ക് സ്വന്തമായിട്ടുണ്ടാകുകയില്ല എന്ന് പറയുന്ന സെൻറ്റൻസ് ഉണ്ട്. ആരൊക്കെ നിൻ്റെ കൂടെ ഉണ്ടെങ്കിലും ആരും ഉണ്ടാകുകയില്ല,
നമ്മൾ ആശ്രയിക്കാൻ നമ്മൾ വിശ്വസിക്കുന്ന ശക്തി മാത്രമേ ഉള്ളൂ, അതായത് നമ്മുടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രമേ ഉള്ളൂ എന്ന്. അത് 100% സത്യമാണ്. കാരണം ഞാനത് അനുഭവിച്ചറിഞ്ഞതാണ്. എല്ലാ സൈഡിൽ നിന്നും നമുക്ക് ഒരുപാട് പ്രഷർ വരും, പക്ഷേ നമുക്ക് ആശ്രയിക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉണ്ടാവുള്ളൂ, നമുക്ക് പൊട്ടിക്കരയാൻ ഒരൊറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ, കർത്താവിൻ്റെ സംരക്ഷണം. പിന്നെ 6 മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ 8 മാസം കൂടുമ്പോഴൊക്കെ ഇവരുടെ ഒരു ഫോൺ കോൾ വരുന്ന ഒരു ശക്തിയിലാണ് ജീവിതം മുന്നോട്ട് പോയത്. മകൻ്റെ ഹയർ സ്റ്റഡീസ് വന്നു, അതിനിടയ്ക്ക് ഒരു വലിയ അസുഖം പിടിച്ച് 1.5 മാസം ഹോസ്പിറ്റലൈസ് ചെയ്തു. ആ സമയത്ത് ഒരിക്കലും കൊച്ചു ഒരിക്കലും എന്നെ വിഷമിപ്പിച്ചിട്ടില്ല എൻ്റെ മോൻ. പപ്പയുടെ കാര്യം ചോദിച്ചു. പക്ഷേ ക്രിട്ടിക്കലായിട്ട് കിടന്ന സമയത്ത് കൊച്ചു എന്നോട് പറയുക, അമ്മ എനിക്ക് എൻ്റെ പപ്പേനെ ഒന്ന് കാണണമെന്ന്. അവിടെ ഞാൻ ഒരുപാട് തളർന്നുപോയി. എനിക്ക് കാണിച്ചു കൊടുക്കാനോ പറഞ്ഞാൽ ഒച്ച കേൾപ്പിക്കാനോ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലല്ലോ അവൻ്റെ പപ്പ. ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ് എനിക്കൊരു മെസ്സേജ് അയച്ചു, മിസ്സിസ് ജോർജ്, നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടും കൊണ്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, ബട്ട് ഞങ്ങൾ എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയുന്നു. അന്ന് ഞാൻ അതിനെ അധികം മുഖവിലേക്ക് എടുത്തില്ല. ബട്ട് ആഫ്റ്റർ 2 വീക്സ് ഇതുപോലെ ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് പോരുന്ന വഴി നടക്കാവ് പാലത്തിൽ ബസ്സിലിരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് റിലീസ് ചെയ്തു എന്നുള്ള ആ സന്തോഷ വാർത്ത ഞാൻ അറിയുന്നത്. അതും ഈ പറഞ്ഞ മാതിരി കേട്ടപ്പോൾ കുറച്ച് സമയത്ത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റും എൻ്റെ തൊട്ടടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് നേരത്തേക്ക് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഹസ്ബൻഡ് 3-4 വർഷം ഫാമിലിയും ആളിലൊക്കെ പിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും വിളിച്ച് പറയുന്നതാണോ എന്നോർത്ത് ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി. എന്താ ഈ പറയുന്നത്? ഞങ്ങൾ റിലീസ് ചെയ്തോ? ഞാൻ ചിരാഗിൻ്റെ കൈ കൊടുക്കാമെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ചിരാഗ് ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവ് MBHRBയുടെ അദ്ദേഹം കൂടെ ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് എനിക്കിത് സത്യമാണല്ലോ എന്ന് മനസ്സിലായത്. അവർ തന്നെ മീഡിയേറ്റർ വന്നിട്ട് പറഞ്ഞു, ആ മീഡിയേറ്റർ നേരത്തെ ഉണ്ടായിരുന്ന മീഡിയേറ്ററാണ്. അമ്മ വന്നിട്ട് പറഞ്ഞു 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഷിപ്പ് ഇവിടെ തന്നെയുണ്ട്, 3 ദിവസത്തിനുള്ളിൽ ഗവൺമെൻറ് ഞങ്ങളുടെ ആൾക്കാരെ വിടും, നിങ്ങളെ തിരിച്ചു വിടും, ഷിപ്പ് അതുവരെ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം, 30 ദിവസമായി, 300 ദിവസമായി, യാതൊരു അന്ത്യവുമില്ല. പിന്നെ എല്ലാവരും പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഗവൺമെൻറ്റിലുമില്ല, കമ്പനിയിലുമില്ല, ആരിലും ഒരു പ്രതീക്ഷയില്ലാണ്ട് അവസാനം പിന്നെ ദൈവത്തിലേക്ക് തിരിഞ്ഞ് എല്ലാവരും. ഇതിന് ദൈവത്തിന് മാത്രം ചെയ്യാവുന്നൊരു അത്ഭുതം മാത്രം, ജീവനോടെ പോവുക എന്നുള്ളത്. മരിക്കുക എന്നുള്ളത് ആർക്കും സാധിക്കും, പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ജീവനോടെ പോകാൻ, വീട്ടിലെത്താൻ കാണാം. ഒരു സുപ്രഭാതത്തിൽ അതും നടന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം, പ്രാർത്ഥനയിലൂടെ മാത്രം ജീവിതം തിരിച്ചു കിട്ടി. സ്വന്തക്കാരുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും കൂട്ടായ പ്രാർത്ഥനകൾ, ലോകമെമ്പാടുമുള്ളവരുടെ പ്രാർത്ഥന, അതുമാത്രം. നാലു വർഷവും 1 മാസവും എങ്ങനെ ബന്ദിയായി വനാന്തരങ്ങളിൽ കഴിഞ്ഞു എന്നോർക്കുമ്പോൾ ജോർജ് ജോസഫിൻ്റെ മനസ്സിൽ ഒരു ഭീതിയാണ്. പ്രാർത്ഥനയായിരുന്നു ആകെയുള്ള ആശ്വാസം. വീട്ടിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ തെല്ലുമുണ്ടായിരുന്നില്ല എങ്കിലും പ്രാർത്ഥനയിലൂടെ ജീവിതം മുന്നോട്ടു പോയി. ക്രിസ്തു രക്ഷകനാണ് എന്ന തിരിച്ചറിവ് ജോർജ് ജോസഫിന് പുതുജീവൻ നൽകി. അതിലൂടെ രക്ഷയും. ആപത്ഘട്ടത്തിൽ പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ. കൂടാതെ പ്രാർത്ഥിക്കുവാൻ കൃപ നൽകിയ ദൈവത്തിനും നന്ദി.